ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ അലീന ആൻസി. അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു സ്റ്റോറി ആയിട്ട് വരുന്നത്. അപ്പോൾ കേട്ടാലോ. ഞാൻ രാവിലെ എൻ്റെ ആക്റ്റീവായിൽ ജോലിക്ക് പോവുകയാണ്. എനിക്ക് തയ്യലാണ്. ഭർത്താവ് ഗൾഫിലാണ്. 2 വർഷം കൂടുമ്പോൾ നാട്ടിൽ വരും. എൻ്റെ കുട്ടികളും ഞാനും വീട്ടിൽ തനിച്ചാണ്. കുട്ടികൾ രാവിലെ സ്കൂളിൽ പോയാൽ പിന്നെ ഞാൻ വീട്ടിൽ തനിച്ചാണ്. ആകെ ബോറടി. എൻ്റെ ഭർത്താവിനോട് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, നിനക്കറിയാവുന്ന പണിയല്ലേ തയ്യൽ, അത് തുടങ്ങാൻ. അങ്ങനെ ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചു. അങ്ങനെ 5 വർഷം മുമ്പ് ഞാനും ഒരു പെണ്ണും കൂടി തുടങ്ങിയതാണ് ഈ തയ്യൽ. 2 വർഷം കഴിഞ്ഞപ്പോൾ അവൾ കല്യാണം കഴിഞ്ഞു പോയി. പിന്നെ ഞാൻ തനിച്ചായി. അവൾ പിന്നെ കൊല്ലത്ത് പോയി ഒരു തയ്യൽ കട തുടങ്ങി. അവളുടെ ഭർത്താവിൻ്റെ വീട് കൊല്ലമാണ്. എന്നെ ആലപ്പുഴയിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവന്നത്. എൻ്റെ വീട് ചെങ്ങന്നൂരാണ്. ഇപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ. ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും പുളിക്കുന്നത്താണ്. ഞങ്ങൾ അല്പം മാറി സ്ഥലം വാങ്ങി വീട് വെച്ചു. ചേട്ടൻ പറയും, ബന്ധുക്കളുടെ അടുത്ത് കിടന്നാൽ കുറച്ച് കഴിയുമ്പോൾ പ്രശ്നമാകും, അതുകൊണ്ട് കുറച്ച് മാറി സ്ഥലം വാങ്ങി. ഇപ്പോൾ സ്വസ്ഥം. ചെറിയൊരു ഗ്രാമപ്രദേശത്താണ് എൻ്റെ തയ്യൽ കട. എന്നും രാവിലെ കുട്ടികൾ സ്കൂളിൽ പോയി കഴിയുമ്പോൾ ഞാനും ജോലിക്കിറങ്ങും. വൈകുന്നേരം 4 മണിവരെ കടയിലുണ്ടാകും. കുട്ടികൾ വരുന്നതിന് മുമ്പ് ഞാൻ വീട്ടിലെത്തും. എൻ്റെ കുട്ടികൾ ഒരാൾ 6-ലും, മൂത്തത് പെൺകുട്ടിയാണ്. അവൾ 9-ലുമാണ്. ഞാൻ ശ്രീകല. ഞാൻ അങ്ങനെ ആക്റ്റീവായിൽ പോകുമ്പോൾ വണ്ടി നീങ്ങുന്നില്ല. കൈ കൊടുത്തിട്ടും മൂവ് ആകുന്നില്ല. എന്താണ് പറ്റിയത്? ഒരു പിടിയുമില്ല. ഞാൻ വണ്ടിയിൽ നിന്നിറങ്ങി സൈഡ് സ്റ്റാൻഡിൽ നിർത്തി വണ്ടിക്ക് ചുറ്റും നടന്നു. അപ്പോഴാണ് ഇക്ക അതിലൂടെ പണിക്കാരെ കൊണ്ടുവിടാൻ വന്നത്. അയാൾ എൻ്റെ അടുത്ത് കാറ് നിർത്തി. എന്തു പറ്റി തയ്യൽ ടീച്ചറെ? എന്നോട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇക്ക വണ്ടി കൈ കൊടുത്തിട്ട് നീങ്ങുന്നില്ല. ഇക്ക കാറിൽ നിന്നിറങ്ങി. കാറിൽ 4 ഹിന്ദിക്കാരിപ്പുണ്ട്. ഞങ്ങൾ താമസിക്കുന്ന അടുത്ത് ഇക്കാക്ക് നെൽകൃഷിയുണ്ട്. അങ്ങോട്ട് പണിക്കാരെ കൊണ്ടുപോവുകയാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഇവിടെ ഈ റോഡിൻ്റെ 2 വശത്തും നെൽപ്പാടങ്ങളാണ്. അങ്ങ് നോക്കത്താ ദൂരത്തേക്ക് നെൽപ്പാടങ്ങൾ. ഇക്ക വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കി, പക്ഷേ മൂവ് ആകുന്നില്ല. ഇക്ക ചെയ്യുന്നത് ഞാൻ നോക്കി നിന്നു. ഇക്ക എന്നെ നോക്കി പറഞ്ഞു, എൻ്റെ ടീച്ചറെ, വണ്ടിയുടെ ബെൽറ്റ് പൊട്ടിപ്പോയി. ഇക്ക എന്നെ എന്താ ചെയ്യുക? അതിന് പേടിക്കാനൊന്നുമില്ല, ഒരു ബെൽറ്റ് വാങ്ങിയിട്ടാൽ മതി. ഞാൻ ഇക്കയെ നോക്കി. ഇക്ക എന്നെ നോക്കി ചിരിച്ചിട്ട്, കയ്യിൽ ക്യാഷ് ഉണ്ടോ? ഉണ്ട്. ഞാൻ ചുമ്മാ ചോദിച്ചതാ, ഇക്ക ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനും ചിരിച്ചു. എനിക്കറിയാം ടീച്ചറുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെന്ന്. ഞാൻ പുഞ്ചിരിച്ചു. ഞാൻ മെക്കാനിക്കിനെ വിളിക്കണോ? വിളിച്ചാൽ വളരെ ഉപകാരമാണ് ഇക്ക. ഇക്ക എന്നെ നോക്കി ചിരിച്ചു. എന്നിട്ട് ഫോൺ എടുത്ത് വിളിച്ചു. ഞാൻ നിൽക്കുന്ന പൊസിഷൻ, വണ്ടിയുടെ കംപ്ലൈൻറ്റ് എല്ലാം പറഞ്ഞു. ഇക്ക എന്നെ നോക്കി പറഞ്ഞു, ഇപ്പോൾ 1/2 മണിക്കൂറിനുള്ളിൽ അവൻ വരും. താങ്ക്സ് ഇക്ക. ഇക്ക ചിരിച്ചു. എനിക്കിവരെ പണിക്കിറക്കണം, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് വാചകം അടിക്കായിരുന്നു. ഞാൻ ചിരിച്ചു. എന്തെങ്കിലും ഉണ്ടേ വിളിക്ക്. ഇക്ക പോയി. ഞാൻ അവിടെ നിന്നു. പുള്ളി മങ്കൊമ്പിലാണ് താമസിക്കുന്നത്. ഇക്കയെ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല വെളുത്ത ശരീരം, നല്ല ആരോഗ്യമുണ്ട്. വടംവലിക്ക് കുട്ടികൾക്ക് കോച്ചിങ് കൊടുക്കുന്നത് കാണാം. ഇടയ്ക്ക് എൻ്റെ കടയിൽ വരും. ഞങ്ങൾ ഒരുപാട് സംസാരിച്ചിരിക്കും. മുഹമ്മദ് ബിൻ എന്നാണ് പുള്ളിയുടെ പേര്. ഞാൻ ഇടയ്ക്ക് തുഗ്ലക്ക് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എന്നൊരാൾ ഡൽഹി സുൽത്താനായിരുന്നു. തുഗ്ലക്ക് എന്ന് വിളിക്കുമ്പോൾ പുള്ളി ചിരിക്കും. എന്നെ ടീച്ചറെ എന്നെ അഭിസംബോധന ചെയ്യൂ. ഞങ്ങൾ പരിചയപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് BEd ഉണ്ട്. അതുതന്നെയല്ല, ഞാൻ തയ്യൽ തുടങ്ങുന്നതിന് മുമ്പ് ട്യൂഷൻ എടുത്തിരുന്നു. അതുകൊണ്ട് പലരും എന്നെ ടീച്ചർ എന്ന് സംബോധന ചെയ്തേ സംസാരിക്കൂ. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു പയ്യൻ വന്നു. ചേച്ചിയുടെ വണ്ടിയാണോ കംപ്ലൈൻറ്റ്? എന്നോട് ചോദിച്ചു. അതെ, ഞാൻ പറഞ്ഞു. അവൻ എന്നെ നോക്കി. ഞാൻ സാരിയാണ് ഉടുത്തത്. അതും ഓറഞ്ച് കളർ.
മഞ്ഞ ബ്ലൗസ്, മുടി ചുമ്മാ പുറകോട്ട് ചീകി ഇട്ടിട്ടേ ഉള്ളൂ. എനിക്ക് പുറം മൂടി മുടിയുണ്ട്. അവൻ എന്നെ മൊത്തത്തിലൊന്ന് നോക്കി. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അവൻ വണ്ടി നന്നാക്കാൻ തുടങ്ങി. വായിൽ ബീഡിയും വലിച്ചുകൊണ്ട് അവൻ പണി തുടങ്ങി. ഇടയ്ക്ക് എന്നെ നോക്കി ചിരിക്കും. ഞാൻ ചിരിക്കില്ല, ഗൗരവത്തിൽ നിന്നു. അങ്ങനെ അവൻ എൻ്റെ വണ്ടി ശരിയാക്കി തന്നു. ഞാൻ ചോദിച്ചു, എത്രയായി? അവൻ പറഞ്ഞു, ബെൽറ്റ് വാങ്ങി. അങ്ങനെ എല്ലാം കൂടി ഒരു തുക പറഞ്ഞു. ഞാനത് കൊടുത്തു പോകുമ്പോൾ അവൻ എന്നെ നോക്കി വെള്ളം ഇറക്കി. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ മെല്ലെ വണ്ടി ഓടിച്ചു പോയി. ഞാൻ കടയിലിരിക്കുമ്പോൾ ഇക്ക വന്നു. എന്തായി, വണ്ടി ശരിയായോ? പിന്നെ ദേ ഇരിക്കുന്നു, കണ്ടില്ലേ? വണ്ടി ചൂണ്ടി ഞാൻ പറഞ്ഞു. ഇക്ക വണ്ടിയിൽ നോക്കി. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇപ്പോൾ ഞാനില്ലേ കാണാമായിരുന്നു. ഞാൻ ചിരിച്ചു. അവൻ ഒത്തിരി പൈസ വാങ്ങിയോ? എൻ്റെ പൊന്നിക്ക, പൈസയല്ല പ്രശ്നം. ഇക്ക എന്നെ നോക്കി. അവൻ്റെ നോട്ടം പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലാത്ത പോലെയാണ്. ഇക്ക ചിരിച്ചു. ചിരിക്കല്ലേ ഇക്ക, സത്യമാണ്. എന്നെ നോക്കി വെള്ളം ഇറക്കുകയാണ്. വീടിയും വലിച്ച് കാണുമ്പോൾ പറയാൻ പറ്റുന്നില്ല. അതെൻ്റെ ടീച്ചറെ, ടീച്ചർ സുന്ദരിയാണല്ലോ, കാണാൻ കൊള്ളാം, അതുകൊണ്ട് നോക്കിയതാ. ഞാൻ പുഞ്ചിരിച്ചു. ഈ ചിരിയാണ് മെയിൻ ടീച്ചറെ സുന്ദരിയാക്കുന്നത്. അത് കേട്ടപ്പോൾ എനിക്കുള്ളിൽ സന്തോഷമായി. ഞാൻ ഇക്കയെ നോക്കി. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? ഇക്കയും മോശമല്ല, ഇപ്പോഴും മമ്മൂട്ടിയല്ലേ? എൻ്റെ ടീച്ചറെ 50 ആകാറായി. കണ്ടാൽ 40 പോലും പറയില്ല. ഇക്ക ചിരിച്ചു. എൻ്റെ മോളെ കെട്ടിച്ചു വിട്ടു, അവൾക്ക് മോളായി, ഞാൻ വല്യുപ്പ ആയി. ഞാൻ ചിരിച്ചു. പക്ഷേ ഇക്കയെ കണ്ടാൽ അങ്ങനെ പറയില്ല. അതൊക്കെ നമ്മൾ നടക്കുന്ന രീതിയല്ലേ. എനിക്കെപ്പോഴും ഹാപ്പിയാണ്. പിന്നെ ഒരുങ്ങിപ്പെറുക്കി വേണം നടക്കാൻ. അത് ശരിയായിക്ക, അതാണ് എനിക്കും ഇഷ്ടം. എപ്പോഴും വൃത്തിയായി നടക്കണം. വൃത്തി വേണം ടീച്ചറെ. ഞങ്ങൾ അങ്ങനെ ഒരുപാട് നേരം സംസാരിച്ചു. അപ്പോഴൊക്കെ ഞാൻ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇലക്ട്രിക് മെഷീൻ ആയതുകൊണ്ട് ക്ഷീണമില്ല. വൈകുന്നേരം ഞാൻ വീട്ടിൽ വന്നു. പിറ്റേന്ന് ഞാൻ വീടിൻ്റെ പിറകിൽ അലക്കിക്കൊണ്ടിരിക്കുകയാണ്. വീടിൻ്റെ പിറകുവശം ആറാണ്, പക്ഷേ വെള്ളത്തിനൊഴുക്കില്ല. ഞാൻ എൻ്റെ കടവിൽ തുണി കഴുകുമ്പോൾ ആരോ വീടിൻ്റെ മുന്നിൽ നിന്ന് വിളിക്കുന്നത് കേട്ടു. വീടിൻ്റെ 2 വശത്തും കൊക്കോ ആണ്. വീടിൻ്റെ മുൻവശം റോഡും. വീടിൻ്റെ അടുത്ത വീട്ടിൽ പ്രായമായ അപ്പച്ചനും അമ്മച്ചിയാണ് താമസിക്കുന്നത്. മക്കൾ വിദേശത്താണ്. എന്തെങ്കിലും സഹായത്തിന് എന്നെ വിളിക്കും, അല്ലെങ്കിലും അവരുടെ കുടുംബക്കാരാരെങ്കിലും വരും. ഞാൻ തുണി കഴുകുകയാണ്. ഹോയ്, ആരുമില്ലേ? ഞാൻ വിളിച്ചു പറഞ്ഞു, ഇവിടെ ഉണ്ടേ. ഞാൻ അങ്ങോട്ട് നോക്കി. അത് ഇക്ക ആണ്. ഇന്ന് കടയിൽ പോണില്ലേ? ഇക്ക ചോദിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. ഇക്ക, എനിക്കിന്ന് ചങ്ങനാശ്ശേരി വരെ പോകണം, കുറച്ച് തുണി എടുക്കണം തയ്ക്കാൻ. ആണോ? എന്താ ഇക്ക? എൻ്റെ കുറച്ച് സാധനങ്ങൾ ആ മുറ്റത്ത് വെക്കുകയാണെന്ന് പറയാനായിരുന്നു. അതിനെന്താ, അവിടെ വെച്ചോ. ഞാൻ നൈറ്റിയാണ് ഇട്ടിരിക്കുന്നത്. തയ്യലായതുകൊണ്ട് അല്പം ഫാഷൻ നൈറ്റിയാണ്. കൈയില്ലാത്ത നൈറ്റിയാണ് എൻ്റെ കക്ഷം. കൈ പൊക്കിയാൽ കാണാം. ഞാൻ വെള്ളത്തിൽ നിൽക്കുന്നത് കൊണ്ട് നൈറ്റി അല്പം പൊക്കിയാണ് കുത്തിയിരിക്കുന്നത്. എൻ്റെ കാൽമുട്ട് വരെ കാണാം. കഴുത്തിറക്കി വെട്ടിയ നൈറ്റി അണിഞ്ഞ് ഞാൻ കുനിഞ്ഞു നിന്ന് തുണി കഴുകിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. ഇക്ക, ഇന്ന് പണിയില്ലേ? ഉണ്ട്, മരുന്നടിക്കാനുണ്ട്. അതുകൊണ്ട് പണിക്കാരെ ഇറക്കി വിട്ടിട്ട് വന്നതാണ്. ഇക്ക എന്നെ നോക്കി ചിരിച്ചിട്ട് പോയി. ഞാൻ പിന്നെ ചങ്ങനാശ്ശേരി പോയി. ഉച്ചയ്ക്ക് മുമ്പ് തിരിച്ചു വന്നു. ഞാൻ വീട്ടിൽ വരുമ്പോൾ ഹിന്ദിക്കാരുമായി ഇക്ക രാവിലെ വെച്ച പണി സാധനങ്ങൾ എടുത്ത് കൊണ്ടുപോവുകയാണ്. എന്താ ഇക്ക, എല്ലാം കൊണ്ടുപോവുകയാണോ? ഞാൻ കരക്കണ്ടത്തിൽ പയർ നട്ടിട്ടുണ്ടല്ലോ, അവിടെ കുറച്ച് പണിയുണ്ട്. ഒരു ഭായി എന്നെ നോക്കി നിൽക്കുകയാണ്. ഞാൻ ചോദിച്ചു, ഇക്ക, ഇവർക്ക് മലയാളം അറിയാമോ? ഇവനറിയില്ല. മുൻപ് അങ്ങോട്ട് നടന്നു പോയില്ലേ, അയാൾക്ക് കുറച്ചറിയാം. എന്താ ചോദിച്ചത്? അല്ല, പുള്ളി എന്നെ നോക്കി നിൽക്കുന്നു. ഓ, അത് സാരമില്ല ടീച്ചറെ, ടീച്ചറുടെ സൗന്ദര്യം ആസ്വദിക്കുന്നതാ.
പോയിക്ക. ഞാൻ ചിരിച്ചു. ഇവന്മാർ വീട്ടിലും ഇങ്ങനെയാണ്, പെണ്ണുങ്ങളെ നോക്കി നിൽക്കും. ഞാൻ ഇക്കയെ നോക്കി. അതുകൊണ്ട് ഞാൻ വീട്ടിൽ കൊണ്ടുപോകില്ല. അത് നന്നായി. ഇത്ത വല്ലതും പറഞ്ഞോ? അവൾ പറഞ്ഞു, മോളെ ഇവന്മാർ നോക്കി നിൽക്കുകയാണ്, അതുകൊണ്ട് ഇനി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നിങ്ങളും അവന്മാരുടെ കൂടെ പോയി കിടന്നോണം. ഞാൻ ചിരിച്ചു. ഇക്ക, ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം. ഡ്രസ്സ് മാറുന്ന കൊള്ളാം, എന്തെങ്കിലും ഇട്ടുകൊണ്ട് വരണം, അല്ല ഇവന്മാർ നോക്കി എന്ന് എന്നോട് പരാതി പറയരുത്. ഒന്ന് പോയിക്ക. ഞാൻ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. അവരും പോയി. വീടെല്ലാം വൃത്തിയാക്കി. രാവിലെ ഇട്ടുകൊണ്ട് പോയത് കഴുകുമ്പോൾ ഇക്ക എന്നെ വിളിച്ചു. ഓയ് ടീച്ചറേ, ഓയ് ആരും ഇല്ലേ? ഇവിടെ ആറ്റിലാണ്. ഞാൻ വിളിച്ചു പറഞ്ഞു. ഈ ടീച്ചറിന് എപ്പോഴും അലക്ക് മാത്രമേ ഉള്ളൂ. ഇക്ക ഇപ്പോൾ ഇട്ടുകൊണ്ട് പോയതാണ്, അതങ്ങ് കഴുകിയിട്ടേക്കാം. അത് നന്നായി. ഞാൻ അടിപ്പാവാട ഇട്ടിട്ടില്ല, അതുകൊണ്ട് നിഴൽ കാണാം. എൻ്റെ നൈറ്റി അല്പം ഇറങ്ങിയ നൈറ്റിയാണ്. ഇക്ക എന്നെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. ഞാനത് ശ്രദ്ധിച്ചു. എനിക്ക് ചിരി വന്നു. എന്താ ഇക്ക ഇങ്ങനെ നോക്കുന്നത്? അവന്മാരുടെ സ്വഭാവം ഇക്കക്കും തുടങ്ങിയോ? അതല്ല, ഇങ്ങനെ കണ്ട നോക്കി പോകില്ലേ? ഞാൻ ചിരിച്ചു. ഞാൻ നേരെ നിന്നു. ഇത് പ്രശ്നമാണോ ഇക്ക? ടീച്ചറെ വേഷത്തിൽ ആ ഭായിമാരെ കണ്ടാൽ ടീച്ചറെ പിടിച്ച് ബലാത്സംഗം ചെയ്യും. അപ്പോൾ ഇക്ക എന്താ ചെയ്യാത്തത്? ഞാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടാ. ഇക്ക ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ അതിലൂടെ ഒരു ഹൗസ് ബോട്ട് കടന്നുപോയി. ബോട്ടിൻ്റെ മുന്നിൽ ഒരു പെണ്ണും ചെക്കനും നിൽപ്പുണ്ട്. പെണ്ണിൻ്റെ വേഷം ഒരു നിക്കറും ബനിയനുമാണ്. ഞാൻ ഇക്കയെ കാണിച്ചു കൊടുത്തു. കണ്ടോ ഇക്ക ആ പെണ്ണിൻ്റെ വേഷം? അത് നോക്കി കണ്ടിട്ട് പിടിപ്പിക്കാൻ തോന്നുന്നില്ലേ? അത് ഫോറിനല്ലേ? അതിന് എൻ്റെ ടീച്ചറെ, നമുക്കൊരു താല്പര്യം വേണ്ടേ? നമുക്കിഷ്ടമുള്ളവരോടല്ലേ ഒരിത് തോന്നും. ഇക്ക പറഞ്ഞു ചിരിച്ചു. ഇക്കക്ക് നീന്താൻ അറിയാമോ? അറിയാം. എന്നാൽ ഈ ആറിൻ്റെ പകുതി പോയിട്ട് തിരിച്ചു വാ. പോയിട്ട് വന്നാൽ എന്ത് തരും? ഉച്ചയ്ക്ക് ഞാൻ ചോറ് തരും, പോരെ? ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇക്ക എന്നെ നോക്കി. പേടിയാണോ ഇക്ക? ഞാൻ ചോദിച്ചു. ഞാൻ നിൽക്കുന്നത് ചെറിയൊരു സ്റ്റെപ്പിലാണ്. പിന്നെ എൻ്റെ സൈഡ് പൂർണ്ണമായും കല്ലുകൊണ്ട് കെട്ടിയിരിക്കുകയാണ്. ഇക്ക എൻ്റെ അടുത്തേക്ക് ഇറങ്ങി നിന്നു. ഞാൻ ഇക്കയുടെ തോളൊപ്പം മാത്രമേ ഉള്ളൂ. എന്താ ഇക്ക, ഭയം തോന്നുന്നുണ്ടോ? ഇക്ക ചിരിച്ചു. പേടിയൊന്നുമില്ല. എനിക്ക് തരുമല്ലോ അല്ലേ? തരൂ ഇക്ക. ഇക്ക വാച്ചും ഫോണും സൈഡ് ബെൽറ്റിൽ വെച്ചു. എടുത്ത് ചാടി. നീന്തി പോകുന്നത് ഞാൻ നോക്കി നിന്നു. പകുതി എത്താറായി. എന്നിട്ട് തിരിച്ച് നീന്തി വന്നു. എൻ്റെ അടുത്ത് എത്താറായപ്പോൾ ഒരു 3 മീറ്റർ അകലെ വെച്ച് ഇക്ക മുങ്ങി താഴാൻ തുടങ്ങി. പുള്ളി കൈപൊക്കി കാണിച്ചു. അതുവരെ നോക്കി നിന്ന് ചിരിച്ച് എനിക്ക് ഭയമായി. ഞാൻ മുന്നോട്ട് ചാടി നീന്തി. ഇക്കയുടെ ഷർട്ടിൽ പിടിച്ചു പൊക്കി. ഞാൻ വെള്ളത്തിൽ തുഴഞ്ഞു നിന്നു. ഇക്ക തല പൊക്കി ശ്വാസമെടുത്തു. വീണ്ടും താഴാൻ തുടങ്ങി. അപ്പോഴേക്കും പുള്ളി എന്നെ കയറി പിടിച്ചു. പുള്ളി എൻ്റെ ദേഹത്ത് കയറി പിടിച്ചു. ഞാൻ പതുക്കെ നീന്തി കരയ്ക്ക് അടുത്ത് നിൽക്കാവുന്ന ഒരു പൊസിഷനിൽ നിന്നു. ഇക്ക, ഇക്ക ഞാൻ വിളിച്ചു. അപ്പോഴും എൻ്റെ മേത്ത് പിടിച്ചിട്ടുണ്ട്. എൻ്റെ കഴുത്തിന് താഴെ വരെ വെള്ളമുണ്ട്. ഞാൻ ഇക്കയെ ചേർത്ത് പിടിച്ച് കരക്കടുപ്പിച്ചു. ഇക്ക കിതയ്ക്കുന്നുണ്ട്. ഇക്ക, ഇക്ക. ഇക്ക എന്നെ നോക്കി. ഞാൻ ചിരിച്ചു. ഇക്ക പേടിച്ചു പോയോ? ഏയ്, ഒത്തിരി നാളായി നീന്തിയിട്ട്, അതുകൊണ്ടാണ്. ഞാൻ പേടിച്ചു പോയിക്ക. ഞങ്ങൾ കരയ്ക്ക് കയറി. ഇക്കയുടെ മുണ്ടും ഷർട്ടും ആകെ നനഞ്ഞു. ഞാനും ആകെ നനഞ്ഞു. ഇക്ക പറഞ്ഞു. പിന്നെ ഞാനോ? നോക്കിക്ക. ഇക്ക എന്നെ നോക്കി. എൻ്റെ ദേഹത്ത് നൈറ്റി ഒട്ടിക്കിടക്കുവാണ്. എന്നെ നോക്കി ചിരിച്ചു. ആകെ നനഞ്ഞത് കൊണ്ട് തെളിഞ്ഞ് കാണാം. ഇക്ക പറഞ്ഞു, ആ സോപ്പ് ഒന്ന് താ, ഞാൻ കുളിച്ചിട്ട് കയറിയിട്ട് വന്നോളാം. എനിക്ക് ഈ ഷർട്ടും മുണ്ടും കഴുകണം. ആ സോപ്പ് എടുത്തോ, വരുമ്പോൾ കൊണ്ടുവന്നാൽ മതി. ഞാൻ അലക്കിയ ഡ്രസ്സ് എടുത്ത് പോന്നു. നടക്കുമ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി. ഇക്ക എന്നെ നോക്കി നിൽക്കുകയാണ്. ഇക്കയെ ഞാൻ ഒന്നുകൂടി നോക്കി. എനിക്ക് മനസ്സിലായി, എൻ്റെ ബാക്കിൽ നോക്കിയാണ് ഇക്ക നിൽക്കുന്നത്. ഞാൻ ചിരിച്ചിട്ട് നടന്നു.
ഞാൻ വന്ന് അയയിൽ ഡ്രസ്സ് വിരിച്ചു. അകത്ത് കയറി ബാത്റൂമിൽ പോയി കുളിച്ചു, ഡ്രസ്സ് മാറി. അപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. ഇനി എങ്ങനെ ഇക്ക പോകും? ഇക്കയ്ക്ക് മാറി ഉടുക്കാൻ ഒരു മുണ്ട് കൊടുക്കാം. ഞാൻ മുണ്ടുമായി മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും ഇക്ക വന്നു. ഇക്ക ഇത് ഉടുത്തോ? ഞാൻ മുണ്ട് കൊടുത്തു. ഇക്ക അത് വാങ്ങി ഉടുത്തു. ഇക്ക അകത്തേക്ക് പോരെ, ഫുഡ് കഴിക്കാം. ഞാൻ ഈ ഡ്രസ്സൊന്ന് വിരിക്കട്ടെ? പെട്ടെന്ന് ഉണങ്ങിക്കോളൂ ഇക്ക, നല്ല വെയിലുണ്ട്. ഇക്ക ചിരിച്ചു. ഇക്ക കഴുകിയ ഡ്രസ്സ് അയയിൽ വിരിച്ചു. വാ ഇക്ക, ഫുഡ് കഴിക്കാം. ഇക്ക എൻ്റെ കൂടെ അകത്തേക്ക് വന്നു. ഇക്ക കണ്ണാടിയിൽ നോക്കി മുടി ചീകി ഒതുക്കി കണ്ണാടിയിൽ നോക്കി നിന്നു. കൊള്ളാം, ഇക്ക ഗ്ലാമറാണ്. ഇക്ക എന്നെ തിരിഞ്ഞു നോക്കി ചിരിച്ചു. ഇക്ക ഷർട്ടിട്ടിട്ട് ഇല്ലാത്തത് കൊണ്ട് നെഞ്ചിലെ മസിലും വിരിവും കാണാൻ നല്ല ഭംഗിയാണ്. ഇക്ക വന്ന് ഡൈനിങ് ടേബിളിലിരുന്നു. ഞാൻ ഫുഡ് വിളമ്പി. എന്നെ നോക്കി പറഞ്ഞു, ഇരിക്ക്, നമുക്കൊന്നിച്ച് കഴിക്കാം. ഞാനും ഇരുന്നു. ഞങ്ങൾ ഒന്നിച്ച് ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഞാൻ ഇക്കയോട് പറഞ്ഞു, ഇരിക്ക്, ഞാൻ ഇപ്പോൾ വരാം. ഞാൻ അടുക്കളയിൽ പണി തീർത്തു ഹാളിലേക്ക് വന്നു. ഇക്ക ഹാളിലിരുന്ന് മൊബൈൽ നോക്കിയിരിക്കുകയാണ്. മുഷിഞ്ഞു ഇക്ക? ഇല്ല, എന്നെ നോക്കി ചിരിച്ചു. ഞാനൊരു മഞ്ഞ നൈറ്റിയാണ് ഇട്ടത്. അതും അല്പം ഫാഷനിൽ തയ്ച്ചത്. പോളിസ്റ്റർ തുണിയാണ്, കൈയില്ല. വയറിൻ്റെ ഭാഗം മുതുക്കിയാണ്, അതുകൊണ്ട് അല്പം തള്ളി നിൽക്കും. എന്നെ ആകെ ഒന്ന് നോക്കി ഇക്ക പറഞ്ഞു, കൊള്ളാം, ഈ നൈറ്റി സൂപ്പറാണ്. എന്താ ഇക്ക, നൈറ്റി ഇഷ്ടപ്പെട്ടോ? ഈ നൈറ്റി ടീച്ചർ ഇട്ടപ്പോൾ നല്ല ഭംഗിയാണ്. ഞാൻ ചിരിച്ചു. ബോഡി ഷേപ്പ് എടുത്ത് കാണിക്കുന്നുണ്ട്, ഇക്ക പറഞ്ഞു. ഇക്ക ഇതുപോലെയുള്ളത് ഇടുമ്പോഴാണ് ഭർത്താക്കന്മാർ ഭാര്യമാരെ പ്രേമിക്കുന്നത്. അപ്പോൾ ടീച്ചർക്ക് ഇതുപോലെ ഇട്ട് ഭർത്താവിൻ്റെ പ്രേമം വേണ്ടേ? ചേട്ടൻ പൈസ ഉണ്ടാക്കാൻ പോയേക്കുമല്ലേ, ഇടയ്ക്ക് വന്ന് എൻ്റെ കൂടെ നിൽക്കാൻ പറയണം. ഇക്ക ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആഗ്രഹമുണ്ടിക്ക, പക്ഷേ പുള്ളി അതൊന്നും വരില്ല. ഈ പ്രായത്തിലല്ലേ സൂക്ഷിക്കേണ്ടത്? ഇക്ക എൻ്റെ മേലേക്ക് ശൃംഗാരഭാവത്തോടെ നോക്കി പറഞ്ഞു. എനിക്ക് വല്ലാത്തൊരു സുഖം ഫീൽ ചെയ്തു. ഇക്ക എന്നും മിറ്റയുടെ കൂടെ സുഖിക്കാറുണ്ടോ? അവൾക്കിപ്പോൾ താല്പര്യമില്ല. അതെന്താ ഇക്ക? ഞാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എനിക്ക് ഇക്കയോടൊരു താല്പര്യം തോന്നി. ഇക്കയുടെ ഗ്ലാമറും ആ വെളുപ്പും ഹെയർ സ്റ്റൈലും. ഞാനും ഇക്കയും പരസ്പരം നോക്കിയാണ് സോഫയിൽ ഇരിക്കുന്നത്. എൻ്റെ മാലയുടെ ലോക്കറ്റ് അല്പം ഇറങ്ങിയാണ് കിടക്കുന്നത്. ഞാൻ കൈപൊക്കി എൻ്റെ തല ചൊറിഞ്ഞു. എൻ്റെ കക്ഷം ഇക്ക കണ്ടു, അങ്ങോട്ട് നോക്കി. ഞാനത് ശ്രദ്ധിച്ചു. ഞാൻ ചിരിച്ചു. ഇക്ക കൊള്ളാമല്ലോ, താനും കൊള്ളാം. എന്നാ സൂപ്പർ ഫിഗറാ, എനിക്ക് പിടിച്ച് തിന്നാൻ തോന്നുന്നു. ആഹാ, അങ്ങനെയൊക്കെ തോന്നും. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ കടിച്ചു തിന്നട്ടെ? പോയിക്ക, ഞാൻ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. ഇക്ക എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. എനിക്ക് ചങ്കിടിപ്പ് കൂടി. ഞാൻ ഇക്കയെ നോക്കി. ഇക്ക എൻ്റെ കണ്ണിൽ നോക്കി. ഞാൻ വെള്ളം ഇറക്കി. എനിക്ക് എന്തൊക്കെയോ തരിച്ച് കയറുന്ന പോലെ. 1 വർഷം മുമ്പ് ഭർത്താവ് വന്നിട്ട് പോയതാണ്. വന്ന അന്ന് മുതൽ ബന്ധുവീട് ദർശനമായി നടന്നു. നല്ലതുപോലെ ഒന്നും നടന്നുമില്ല. അന്ന് മുതൽ പട്ടിണിയാണ് ഞാൻ. ഞാൻ ഇക്കയെ നോക്കി. ഇക്ക ചിരിക്കുന്നുണ്ട്. ഇത്രയും സൗന്ദര്യവും ഗാംഭീര്യവുമുള്ള ഒരു പുരുഷൻ്റെ സാന്നിധ്യം എന്നാൽ വേറെ ചില ചിന്തകൾ സൃഷ്ടിച്ചു തുടങ്ങി. അപ്പോൾ ഈ സ്റ്റോറിയുടെ ബാക്കി ഫുൾ പോർഷൻ നമ്മുടെ ടെലഗ്രാം ചാനലിലിടും. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. എല്ലാവരും കേട്ടിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ശരി, നമുക്ക് ഉടനെ കാണാം. വിത്ത് ലവ്, അലീന.